നമ്മൾ ചിലപ്പോൾ ഈ ചില മനുഷ്യരെക്കുറിച്ചൊക്കെ നമ്മൾ പറയത്തില്ലേ, അപാര തൊലിക്കട്ടി വേണം, അപാര തൊലിക്കട്ടി വേണമെന്ന്. അങ്ങനെയൊക്കെ ഈ സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ചാണൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ സ്വന്തം തൊലി രജിസ്റ്റർ കച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത ചിലരുണ്ട്. എന്ന് വെച്ചാൽ ഒരു നാണവും മാനവും ഉളിപ്പും ഒന്നുമില്ലാതെ ഈ ജനത്തിനെ മുഴുവൻ എന്താണെന്ന് കരുതി, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അവർ കരുതുന്നത് എന്താണ്, വിചാരിക്കുന്നത് എന്താണ്? ഈ ജനം എന്നൊക്കെ പറഞ്ഞാൽ വെറും ഉണ്ണാക്കന്മാരാണെന്നൊക്കെയാണോ വിചാരിക്കുന്നത്? ഏതോ ഒരു ചാനലിൽ എന്നോ ഒരു പരിപാടി നടത്തിയപ്പോൾ ഒരു സമ്മാനമോ എന്തോ പദവിയോ ഏതാണ്ട് കിട്ടി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആനയെ വിറ്റതിന് ശേഷവും ആ ആസനത്തിൽ വന്ന തഴമ്പ് തടവി നടക്കുന്ന ചിലരെ പോലെ അതും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് നമ്മുടെ അഖിൽമാരാർ. അദ്ദേഹം ഏത് ചേരിയിൽ നിന്നാലും ആ ചേരിയിലെ ഏറ്റവും കൂതറഭാവങ്ങളാണ് മലയാളി മനസ്സുകൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹം വലിയ കോൺഗ്രസ് ഭക്തനായിരുന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ BJPയെയും നരേന്ദ്രമോദിയെയും പിന്നെ അതുപോലുള്ള സംഗതികളെയും ഒക്കെ ആരും ആവശ്യപ്പെടാതെ സ്വയം നിർമ്മിതികളാൽ ആറാടിയ ആളാണ്. പിന്നെ അന്നത്തെ കാലത്ത് പുള്ളിയുടെ KSU ചരിത്രവും അതിൻ്റെ വമ്പും വീമ്പും പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഗ്ലാസ് കഴുകി വെക്കുന്നതും അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ കണ്ടതാണ്. ഒടുവിൽ കൊട്ടാരക്കരയായിരുന്നു പുള്ളിയുടെ മോഹം എന്ന് തിരിച്ചറിഞ്ഞത് ഐഷ പോറ്റി അവിടെ വന്നപ്പോഴാണ്. പിന്നെയും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ രക്ഷയില്ലെന്ന് കണ്ട് നേരെ ചാടി BJPയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവർ വലിയ താല്പര്യം കാണിച്ചില്ല. കാരണം ഈ സൈസ് അവർ വേണ്ടെന്ന് വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ചക്ക സാബു സാറ് രംഗത്ത് വരുന്നത്. സാബു സാറിന് 19 സീറ്റ് അങ്ങ് കിട്ടിയല്ലോ. സാബു സാറിൻ്റെ കയ്യിൽ ആളില്ലാതെ വന്നപ്പോൾ ഇങ്ങനെ തപ്പി താമസിക്കുന്ന സ്ഥലത്തിട്ടാൽ പോലും വെള്ളം കുടി കിട്ടാത്ത ആളിനെ കൊണ്ടുവന്ന് തൃക്കാക്കര മത്സരിപ്പിച്ചത്. അവിടെ മത്സരിപ്പിച്ച് പുള്ളി ചക്കയെടുത്ത് വീശി എല്ലാവരെയും വെല്ലുവിളിച്ചു. അവസാനം ഉച്ചയും കുത്തി വീണു. കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല എന്നതാണ് ഒരു സത്യം. എന്നിട്ടാണ് പുള്ളി ഇപ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ തൊപ്പിയടക്കം ഊക്കി വിട്ട ഒരാളാണ് ഇപ്പോൾ പുതിയ പ്രഭാഷണവുമായി രംഗത്ത് വരുന്നത്. ഈ സുജിത് ഭക്തനൊന്നും ഒരു പണിയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. പുള്ളിയൊക്കെ എന്തൊക്കെയോ ആണെന്നാണ് ഞാൻ കരുതിയത്. പുള്ളിയൊക്കെ വിളിച്ചിരുത്തി ഇയാളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാലേ ഒന്ന് ആലോചിച്ച് നോക്കുക, കേട്ട് നോക്കും. ഫെബ്രുവരി 5-ാം തീയതി രമേശ് ചെന്നിത്തല അദ്ദേഹം ഞാനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നെ മത്സരിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. എന്നോട് സംസാരിച്ചിട്ടുള്ളപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനോട് സംസാരിക്കുകയും പ്രതിപക്ഷ നേതാവ് ഈവൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി അത് രമേശ് ചെന്നിത്തല പലരോടും സംസാരിക്കുമെങ്കിലേ രമേശ് ചെന്നിത്തല എവിടെയെങ്കിലുമൊക്കെ പരിപാടിയിൽ പോകുമ്പം പ്രൈമറി സ്കൂളിലും അതുപോലെ തന്നെ നഴ്സറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ രമേശ് ചെന്നിത്തലയോട് ചോദിക്കാറുണ്ട്, മാമാ ഞങ്ങളെ മന്ത്രിയാക്കുമെന്ന്. ഓ മന്ത്രിയാക്കാമെന്ന് പറയുന്ന ആളാണ് രമേശ് ചെന്നിത്തല. പുള്ളി അങ്ങനെ ആരെയും വിഷമിപ്പിക്കാറില്ല. ആശ്രയിച്ച് അവിടെ ചെല്ലുന്ന ആളുകളെ ആശ്വസിപ്പിച്ച് വിടാനല്ലാതെ മത്സരിക്കണം എന്നും പറഞ്ഞൊരാൾ ചെന്നാൽ നിന്നെ മത്സരിക്കാൻ കൊള്ളത്തില്ലെന്ന് അവർ പറയത്തില്ല. അവർ ഓരോ ഇലക്ഷൻ വരുമ്പോഴും 1000 പേരോടെങ്കിലും പറയും മത്സരിപ്പിക്കാം കൊള്ളാമെന്നൊക്കെ. പക്ഷേ അങ്ങനെ അവർ പരസ്യമായി പറയുമ്പോഴും അവരുടെ ഉള്ളിൽ ഈ മാരാരെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, നല്ല വിലയിരുത്തലുണ്ട്. അവരുടെ പേരാണ് ബുദ്ധിയും വിവേകവുമുള്ള രാഷ്ട്രീയക്കാരെന്ന്. എന്നോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അഖിലിന് ഒരു ഓപ്പണിങ്ങിന് കൊട്ടാരക്കര ഐഷാപ്പറ്റി വന്ന സ്ഥിതിക്ക് അഖിലിനെ നമുക്ക് എവിടെയാണ് നിർത്താൻ പറ്റുന്നത്, ഒരു ഓപ്പണിങ്ങിനെ പറ്റിയ സ്പേസ് ഉണ്ടോ നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കൂടെ മെയിൻ സ്ട്രീമിൽ ഉണ്ടാവണം. ഇങ്ങനെ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരും വലിയ താല്പര്യമായിട്ടൊക്കെ സംസാരിച്ചു. ആ വാർഡിൽ പോലും മത്സരിച്ചാൽ ജയിക്കാത്ത നിങ്ങളെ കൊണ്ട് എന്തോ ഓപ്പണിങ് ഉണ്ടാക്കാന്, വല്ല ഭിത്തിക്ക് ഹോളടിക്കാനോ? ശേഷം ഫെബ്രുവരി 8-ന് എന്നോട് KC വേണുഗോപാലിനെ കൂടെ കാണണം. കാരണം എനിക്ക് KC വേണുഗോപാലായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. പുള്ളിക്ക് അറിയാം കുറച്ചൊക്കെ ആളും തരവും. അതിനുശേഷം കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കന്മാരും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനമൊക്കെ എന്നോട് പറഞ്ഞു, ചില മുസ്ലിം സംഘടനകൾക്ക് അതിനെ ഭയങ്കര എതിർപ്പാണ്, അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും അതിന് സീറ്റ് തരത്തില്ല. ഇത് പാർട്ടിയിലെ പല നേതാക്കന്മാർക്കിടയിലും അതൊരു ചർച്ചയായിട്ടുണ്ട്. ഇത് ഇയാൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ് ഈ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇയാളെ മുസ്ലിം നേതാക്കളെ എതിർക്കണം, ഇയാളെ മുസ്ലിം നേതാക്കളെ എതിർക്കുമ്പോൾ ഇയാളെ ഹിന്ദു സമാജത്തിൻ്റെ ആളാവണം എന്നൊക്കെ വിചാരിച്ചാണ് പുള്ളി രംഗത്തിറങ്ങിയത്. BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കുറച്ച് സാമ്പത്തികമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെ പുള്ളിക്ക് അറിയായിരുന്നു. അതിനാണ് പുള്ളി ശ്രമം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവരെടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്ക് ഇയാളെ എതിർക്കണമെന്ന് ഒരാളിനെ എതിർക്കാനൊരു യോഗ്യത വേണ്ടേ? നമ്മളൊരാളിനെ എതിർക്കാനൊരു യോഗ്യത വേണ്ടേ? എത്രയോ ആളുകളുണ്ട്. സന്ദീപ് വാര്യർ എന്തെല്ലാം ഒരു ചാനലിൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞ ആളാണ്. പുള്ളി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലേ, MLA ആയി തിരുവനന്തപുരത്തില്ലേ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്.
പക്ഷെ അതിനൊരു നിലവാരമുണ്ട്. ഇതിപ്പോൾ ഈ പറയുന്ന ആൾ ഇനി ഈ പറയുന്ന നിങ്ങളുടെ വീട്ടിലെ ഒപ്പം ജീവിക്കുന്ന കുടുംബത്തിലുള്ളവരോ ആരെങ്കിലുമൊക്കെ നിങ്ങൾ മിടുക്കനാണ് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ അത് നിങ്ങൾ ഇനിയും നന്നാവരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. സത്യത്തിൽ നിങ്ങൾ നന്നാകാനാണ് നോക്കേണ്ടത്, അല്ലാതെ കേരളത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാരണമായിരിക്കും അല്ലേ? അതെ അതെ, ഇത് നമ്മളെ ബേസിക്കലി കഴിഞ്ഞ 3 വർഷം കൊണ്ട് സംഗീതാണല്ലോ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണ്, നമ്മൾ എന്തിനായി നേതാക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവർക്ക് എനിക്കൊരു സീറ്റ് ഒന്നും, കാരണം എനിക്കിപ്പോൾ ഒരു സീറ്റ് തരാൻ വേണ്ടി രമേശ് ചെന്നിത്തല പറഞ്ഞാൽ രമേശ് ചെന്നിത്തല സംഖ്യയാക്കും, എനിക്കൊരു സീറ്റ് തരാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ പറഞ്ഞാൽ വി ഡി സതീശനെ സംഖ്യയാക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് അത് പറ്റാതെ വരും. വ്യക്തിപരമായിട്ട് അവർക്ക് നമ്മളോട് വിരോധമൊന്നും കാണത്തില്ല. അതാണ് സത്യം പറഞ്ഞാൽ സുജിത് ഭക്തനോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? കൊള്ളാവുന്ന RSSO BJP-ക്കാരെയോ കൊണ്ടിരുത്തി ഇതൊക്കെ പറയിച്ചായിരുന്നെങ്കിൽ പിന്നെയും കൊള്ളായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു പാഴ് ചീട്ടായി പോലും സ്വന്തം സമൂഹത്തിലോ നാട്ടിലോ ചുറ്റുവട്ടത്തോ ഒരു കോമ്പസ് വെച്ച് ഇങ്ങനെ വട്ടം വരച്ചാൽ പോലും ആ സ്ഥലത്ത് പോലും ആർക്കും സ്വീകാര്യമില്ല. നിങ്ങൾക്ക് മലയാളം അറിയാവുന്ന ആളല്ലേ സുജിത് ഭക്തൻ? ആ പ്രദേശത്തൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? എന്ത് ഓപ്പൺ ചെയ്തെന്നാ, ആര് ഓപ്പൺ ചെയ്തെന്നാ, ആര് നിർത്തിയെന്നാ, ആര് നിർത്താമെന്ന് പറഞ്ഞെന്നാ?